എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇഷ്ടപ്പെടും. പൊളി എന്ന് പറഞ്ഞാ കൊറേ നാൾക്ക് ശേഷം നല്ലൊരു മൂവിയാണ്. പിന്നെ അതല്ല മോഹൻലാലൊക്കെ അടിപൊളി. അത് മാത്രല്ലേ അതില് എല്ലാരും ആ പട്ടി വരെ അഭിനയിക്കുന്നു. നല്ലൊരു തരുണാണ്, അതിനനുസരിച്ചിട്ട് എടുത്തു വെച്ചു. നമുക്ക് ഇമോഷൻസ് കണക്ട് ആവുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റോറി ലൈനില് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മോനല്ല അത്. ഇമോഷണലി നന്നായിട്ട് കണക്ട് ആയ നല്ല രസമല്ലേ? പിന്നെ ഒരു രണ്ടാം അച്ഛന് ഇത്രയും സ്നേഹം വരുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, രണ്ടാനച്ഛൻ അവർ അത്രയും ക്ലോസ് ആയിട്ട് ജീവിച്ച ആൾക്കാരല്ലേ. അതുകൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതെ, ഉറപ്പായിട്ട് വരണമല്ലോ. വരണം. പിന്നെ വില്ലന്റെ മോളുണ്ടല്ലോ, അവളെ കൊല്ലണം എന്നും പറഞ്ഞാണല്ലോ ഓടിച്ചാടി വന്നത് വില്ലൻ. അപ്പൊ അയാൾക്ക് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ട് മോളെടുത്ത് ഉണ്ടാവുമല്ലോ. അവർ സൈക്കോ ആണ്. സൈക്കോയാലും സ്വന്തം മോളാണല്ലോ. മോളാണ്. ഓക്കെ, അതുകൊണ്ട് ബോക്സറിൽ പോക്കറ്റുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഏത് ബോക്സർ? അല്ല, ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ബോക്സറിൽ പോക്കറ്റ് ഉണ്ടോ? ബോക്സറിലോ? ബോക്സർ എന്ന് പറഞ്ഞാൽ നമ്മള് അണ്ടർവെയറിന് പോലെ ചിലതിൽ കാണും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നോർമലി ഒരാളിപ്പോ പിന്നെ ബോക്സറുടെയോ പാൻസോ ഇട്ട് നമ്മള് പേഴ്സ് എവിടെയാണ് വയ്ക്കണത്? പാൻസിലാണ് വയ്ക്കണത്. ആ ബോക്സർ ഇട്ട് വന്ന ചെറുക്കന്റെ പേഴ്സ് എങ്ങനെ ഡിക്കിയിൽ വന്നു? അതൊന്നും എനിക്കറിയില്ല. ഇത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് എടാ അതൊരുക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു മൂവി കണ്ട് നല്ല മൂവിയാന്ന് പറയുന്നത് അതിനെ കുത്തി തിരിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. നല്ല മൂവിയാണ്, ഓക്കെ. ചിലപ്പോ അയാളുടെ കയ്യിൽ നിന്ന് വീണതാണെങ്കിലോ, അവൻ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നപ്പോ അവന്റെ കയ്യിലില്ലല്ലോ. നമ്മളൊരു സീൻ കാണുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. എനിക്കെന്തോ ഞാൻ കണ്ട മൂവിനെ നീ ഇതാക്കരുത്. എന്താണ് ഞാൻ പറയണേ? ഞാൻ നിന്നെ ഞാൻ നമിച്ച്, എനിക്ക് പറയാൻ വാക്കുകളില്ല. സത്യം ഞാൻ പറഞ്ഞു. എനിക്ക് എന്താ പറയാ, ഒരു ഇല്ല അതൊരുക്കാ എനിക്ക് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു. എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ മൂവിയില് ഇനിയിപ്പോ അവര് കഥ ഉണ്ടാക്കാൻ സാധിച്ചാലും കുഴപ്പമില്ല.